ഒരുപക്ഷെ അവർ ആ ഫോണെങ്കിലും അവന് കൊടുത്തിരുന്നെങ്കിൽ പുറത്തിറങ്ങി ഞങ്ങളെ വിളിക്കുകയെങ്കിലും അവ ഒന്ന് ചെയ്യുമായിരുന്നു. നമ്മളെങ്കിലും അവനൊരു മനസമാധാനം കൊടുക്കുന്ന സംസാരമെങ്കിലും നമ്മളൊന്ന് പറയുമായിരുന്നു. കണ്ടുനിന്ന ദൃക്സാക്ഷികൾ പറഞ്ഞു, കുട്ടികൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി കാലിലൊരു ഫ്രാക്ചറേ ഉണ്ടായിരുന്നുള്ളൂ, അവന് വേറെ മറ്റു വലിയ ഇതായിട്ട് നമുക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് വെച്ച് അവനെ നല്ല രീതിക്ക് അവർ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, പലതരത്തിലുള്ള സംശയങ്ങൾ നിങ്ങളുടെ ഉണ്ട്. നമുക്ക് പല സംശയങ്ങളുണ്ട്. പ്രിൻസിപ്പൽ ഇന്നലെ ഒരു മീഡിയയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഒന്നാമത്തെ കാര്യം, അവൻ ഫോൺ അവിടെ വെച്ചിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഫോൺ അവ അവിടെ വെച്ചിട്ട് ഒരു സ്റ്റുഡൻസും വെച്ചിട്ട് പോകൂല. ഫോണ് അവർ പിടിച്ചു വാങ്ങിച്ച് വെച്ചതായിരിക്കും. അതിനകത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നെന്നോ ആരൊക്കെ ഉണ്ടായിരുന്നെന്നോ ഇവരെന്ത് സംസാരിച്ചെന്നോ ഉള്ള ഒരു ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടില്ല. അതുപോലെ അവരെ കൊണ്ടുപോയി കൊടുത്ത ട്രീറ്റ്മെന്റ് എന്താണ്, മെഡിക്കൽ കോളേജിൽ 2 മണിക്കൂറോളം ഇട്ടിരുന്നെന്ന് പറയുന്നു. എന്നിട്ട് ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ വയ്യാതെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ എത്ര സമയം വേണം? എന്നിട്ട് 5 പാക്കറ്റ് ബ്ലഡ് അടിച്ച് അവൻ എന്ത് ട്രീറ്റ്മെന്റ് അവർ കൊടുത്തു, ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു എന്ന് ഞങ്ങൾക്ക് അറിയണം. കാലിലൊരു ഫ്രാക്ചർ കണ്ടുനിന്ന ദൃക്സാക്ഷികൾ പറഞ്ഞു, കുട്ടികൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി കാലിലൊരു ഫ്രാക്ചറേ ഉണ്ടായിരുന്നുള്ളൂ, അവന് വേറെ മറ്റു വലിയ ഇതായിട്ട് നമുക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞു. അതൊന്നും അവർ ഒരു ക്ലാരിഫിക്കേഷനും തന്നിട്ടില്ല. അവന്റെ പൊട്ടി ഒരു കണ്ണാടി അവിടുത്തെ ഒരു വരാന്തയിൽ വെച്ചേക്കുന്ന ഒരു ഫോട്ടോ സഹിതം ഇപ്പൊ വന്നിട്ടുണ്ട്. അതൊന്നും അവർ ടച്ച് ചെയ്തിട്ടില്ല. അവരൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞു. പ്രിൻസിപ്പൾ വീട്ടിൽ വിളിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൾ വീട്ടിൽ വിളിക്കാൻ ശ്രമിച്ചു, ഫോൺ സ്വിച്ച് ഓഫ്. അത് വെച്ച് അവരങ്ങ് കാര്യം കഴിച്ചു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. എങ്കിൽ പിന്നെ അവൻ അടുത്ത് നിന്ന് അവന് കോളേജിനകത്ത് അവർ വിളിച്ച് സംസാരിപ്പിക്കുന്നുണ്ടല്ലോ. അടുത്ത് നിന്ന് അവന്റെ അടുത്ത് പറയാല്ല, നിന്റെ വീട്ടിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റണ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് ഞങ്ങൾക്ക് താ എന്നവർക്ക് പറയായിരുന്നു. പക്ഷെ അവരതൊന്നും പറഞ്ഞിട്ടില്ല. അവരതൊന്നും പറയാണ്ട് അവർ പറയണേ ഞങ്ങൾ പാരന്റ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, ഫോൺ സ്വിച്ച്. അപ്പൊ കുറെ ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവരങ്ങനെ തന്നെ വെച്ചേക്കുക കാര്യം. അത് അവർ നമുക്ക് മെയിൽ അയച്ചിട്ട് ഇങ്ങനെ അറിയിക്കും ഇത്രയൊരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായെന്ന്. അതൊന്നും അല്ല ചെയ്ത്. അതിനകത്ത് എന്തോ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന് ടീച്ചറിന് വേണ്ടിയിട്ടൊന്നും ടീച്ചറിനോടുള്ള സിമ്പതി കാരണം ടീച്ചറിന് ഇങ്ങനെ വന്നു പോയല്ലോ എന്ന് പറഞ്ഞ് അവ ആത്മഹത്യ ചെയ്യൂല. കാരണം അവനറിയാം, അവന്റെ വീട്ടുകാർക്ക് അറിയാന്നുള്ള കാര്യമാണ്. അതിനകത്ത് വെച്ച് അവനെ നല്ല രീതിക്ക് അവർ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അവിടെ എന്ത് സംസാരിച്ചെന്നോ ഒന്നും പ്രിൻസിപ്പൾ അതിലൊന്നും പറയില്ല. പെട്ടെന്ന് പുള്ളി അങ്ങ് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അതുപോലെ ഇപ്പോഴും നമുക്ക് അറിഞ്ഞൂടാ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഈ ലതാ മാം അവന്റെ ക്ലാസ്സിലെ പിള്ളേരുടെ അടുത്ത് പോയിട്ട് കുറച്ച് ഇത് പറയാൻ നോക്കിയിട്ടുണ്ടെന്ന്. അവൻ എന്റെ ഡ്യൂഡല്ലേ, അവന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരുപക്ഷെ പിള്ളേരൊന്ന് സിമ്പതി പിടിച്ച് പറ്റാൻ വേണ്ടി അവർ ചെയ്തതായിരിക്കും. അതല്ലാണ്ട് അവരിങ്ങനെ ചെയ്യൂല. എന്നിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്ന ഫോട്ടോസ് ഫുൾ അവർ ഇവർക്ക് അവരുടെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്നുണ്ടെങ്കിൽ അവരത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം? അവരുടെ ഇൻസ്റ്റയിലെ ഫോട്ടോസൊക്കെ അവർ എടുത്ത് മാറ്റിയേക്കണം. ഇൻസ്റ്റ നിങ്ങൾ ആര് ചെക്ക് ചെയ്ത് നോക്കിയാലും അവരുടെ ഇൻസ്റ്റയിൽ ഇപ്പോൾ ഒരു ഫോട്ടോയും ഇല്ല. പക്ഷെ നമ്മൾ അവരുടെ ഫോട്ടോ ഇല്ല, അത് ടീച്ചറിന്റെ ഫോട്ടോ ഇല്ല. അവരെല്ലാം മാറ്റി, ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് സംശയം. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇവരാരെങ്കിലും നമ്മളെ വിളിക്കണ്ടേ? അവന്റെ അമ്മയും അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ശരി, അവന് 2 സഹോദരന്മാരും ഉണ്ട്. അവരെ വിളിക്കാനുള്ള ഒരു ബാധ്യത ഇവർക്കില്ലേ? അവനെ തൊട്ടടുത്ത് നിർത്തി ചോദ്യം ചെയ്യുന്ന സമയത്തിന് അതിന്റെ വീട്ടുകാരെ നമ്പർ ഇടും. അപ്പൊ അമ്മ അച്ഛനെ വിളിച്ചിട്ട് ഇവർ പറഞ്ഞു അത് കിട്ടിയില്ല, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പോലീസിന് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ അവനെ അടുത്ത് നിർത്തിയിട്ട് അവന്റെ ഫോണും അവരെ കയ്യിലുണ്ടല്ലോ. നിന്റെ പാരന്റ്സിനെ അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരെ വിളിച്ചാൽ കിട്ടണ ഒരു നമ്പറിൽ എടുത്ത് കോള് വിളിച്ച് തരാൻ പറഞ്ഞിട്ട് നമ്മളെ അടുത്ത് അവർക്കൊന്ന് സംസാരിക്കാമായിരുന്നല്ലോ. അവരതൊന്നും ചെയ്തിട്ടില്ല. പിടിച്ചു വെച്ചിട്ടുണ്ട് 100%. കാരണം അല്ലാണ്ട് അവൻ ഫോൺ അവിടെ വെച്ചിട്ട് പോകൂല. ഒരുപക്ഷെ അവർ ആ ഫോണെങ്കിലും അവന് കൊടുത്തിരുന്നെങ്കിൽ പുറത്തിറങ്ങി ഞങ്ങളെ വിളിക്കുകയെങ്കിലും അവ ഒന്ന് ചെയ്യുമായിരുന്നു. നമ്മളെങ്കിലും അവനൊരു മനസമാധാനം കൊടുക്കുന്ന സംസാരമെങ്കിലും നമ്മളൊന്ന് പറയുമായിരുന്നു. പക്ഷെ അവരതും ചെയ്തിട്ടില്ല. അവർ ഫോൺ ഏറ്റവും അവസാനം പറയുന്നുണ്ട് പോലീസിന് ഫോൺ കൈമാറിയത് പ്രിൻസിപ്പളാണെന്ന് പറയുന്നുണ്ട്. ഈ ഫോൺ അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ കൊച്ചു ഫോൺ വെച്ചിട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവന്റെ മാനസികാവസ്ഥ എത്രത്തോളം വേദനയാണെന്ന് അവരെങ്കിൽ എന്തുകൊണ്ട് പിറകെങ്കിൽ പോയില്ല? അതും അവര് ചെയ്തിട്ടില്ല. ഫോൺ വെച്ചിട്ട് പോയി. അപ്പൊ അവിടെ എങ്ങനെ അവൻ ഫോൺ അവിടെ വെച്ചിട്ട് പോകും? എങ്ങനെ വെച്ചിട്ട് ഇപ്പോഴത്തെ പ്രായത്തിലുള്ള പിള്ളേരെ എങ്ങനെയാണ് അവരെ കയ്യിൽ എപ്പോഴും ഫോൺ അവർ വെച്ചേക്കുള്ളൂ. അപ്പൊ ഫോൺ ഈ പ്രശ്നം നടന്നിട്ട് അവൻ ഫോൺ അവിടെ വെച്ചിട്ട് അങ്ങ് പോയി. അതുപോലെ അതിനകത്ത് അവർ വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇത്രയും എന്തോ അവിടെ നല്ല രീതിക്ക് അവനെ പറയാണ്ട് അവൻ ചെയ്യില്ല. കാരണം അവൻ 100% നല്ല രീതിക്ക് പഠിച്ചിറങ്ങണമെന്ന് ആഗ്രഹിച്ചൊരു കൊച്ചാണ്. പോരാത്തതിന് ആ കോളേജിൽ ഇത്രയും പ്രശ്നങ്ങളും ഈ പ്രഷറും അവിടുത്തെ പിള്ളേര് മാക്സിമം അനുഭവിക്കുന്നുണ്ട് എല്ലാരെ കൊണ്ടും. അതുകൊണ്ട് തന്നെ അനിയൻ വീണ്ടും അവൻ എൻട്രൻസ് എഴുതാണ് ഇപ്പോഴും. ഇത് അടുത്ത മാസം എക്സാം ആണ്. അവൻ ഇവിടെ വന്ന് ബുക്കുകൾ എടുത്തിട്ട് റൂമിലിരുന്ന് പഠിക്കുകയാണ്. ഒളിച്ചാണ് പഠിക്കണത്. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇവന് വീണ്ടും പ്രശ്നം ഉണ്ടാകും കോളേജിൽ. ഒളിച്ച് അവന്റെ റൂമിലിരുന്നപ്പോൾ അവന്റെ റൂം തുറന്ന് നോക്കിയാൽ അറിയാം അവന്റെ നീറ്റിന്റെ ടെക്സ്റ്റുകൾ ഒളിച്ചുകൊണ്ട് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വീട്ടിലെ ആപ്ലിക്കേഷൻ എല്ലാം നമ്മുടെ പേരിലാണ് അവൻ അയച്ചത്. വീണ്ടും നീറ്റിൽ അവിടുന്ന് രക്ഷപ്പെടണം. MBBS എന്നുള്ളത് അവന്റെ മോഹമാണ്, ഡോക്ടർ ആവാന്നുള്ളത് മോഹമാണ് അവന്റെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും അവൻ ട്രൈ ചെയ്യാണ്. അങ്ങനെയുള്ളൊരു കൊച്ചു എന്തിനു ആത്മഹത്യ ചെയ്യണം? അപ്പൊ അതും ഈ ചെറിയൊരു ലോൺ എമൗണ്ടിന് നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് വിചാരിച്ചാലും പറ്റും ആ എമൗണ്ട് അടയ്ക്കാൻ. അപ്പൊ അത് നമ്മളെയല്ലേ അവൻ കോണ്ടാക്ട് ചെയ്യുള്ളൂ. അതൊന്നും അല്ല ഇവിടെ സംഭവിച്ചേക്കണം. ആ റൂമിനകത്ത് എന്ത് സംഭവിച്ചെന്നുള്ളത് അവരിപ്പോഴും ഒന്നും പുറത്തു വിടുന്നില്ല. ഈ ടീച്ചർ എന്തിനും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം?